الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ, ഷർറുകളൊക്കെ തട്ടിമാറ്റി അകറ്റട്ടെ. ആഫാത്ത് മുസീബത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും കാവലും സുരക്ഷയും പ്രദാനം ചെയ്യട്ടെ. പലർക്കും പലതരത്തിലുമുള്ള മുസീബത്തുകൾ പിടിപെടാറുണ്ട്. രോഗം കൊണ്ടുള്ള മുസീബത്ത്, അപകടം എന്ന മുസീബത്ത്, മരണം മറ്റൊരു മുസീബത്ത്, അതുപോലെ ധനം നഷ്ടപ്പെട്ടു പോവുക, പണം മോഷ്ടിക്കപ്പെട്ടു പോവുക, സ്വർണം നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയിട്ടുള്ള മുസീബത്തുകൾ പലതരത്തിലുണ്ട്. ഇസ്ലാമിൽ മുസീബത്ത് പിടിപെട്ടവരുമായിട്ടുള്ള സമീപനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീക്ഷണം ഉണ്ട്. ഏതെങ്കിലും ഒരാൾ മുസീബത്തിൽ അകപ്പെട്ടു പോയാൽ അവനെ ചെന്ന് സന്ദർശിക്കുകയും അവനെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണം. അത് സുന്നത്തായ ഒരു കർമ്മമാണ്. മുസീബത്തിന്റെ വിവരം കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലലും സുന്നത്താണ്. ആ മുസീബത്ത് മരണം എന്നത് തന്നെ ആവണമെന്നില്ല. ഏത് മുസീബത്ത് കേൾക്കുമ്പോഴും ഇന്നാ ലില്ലാഹി എന്ന് ചൊല്ലല് സുന്നത്താണ്. അതോടൊപ്പം മുസീബത്ത് പിടിപെട്ടവനെ ചെന്ന് കാണുകയും അവനോട് സലാം പറയാൻ പറ്റുന്ന ആളാണെങ്കിൽ സലാമ് പറയാ, അല്ലാത്തവരോട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാ. പേടിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, സമാധാനിക്കുക, ക്ഷമിക്കുക. പടച്ചോനല്ലേ വലുത്, അവൻ ഇതിന് പകരം നൽകട്ടെ. നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഹൈറായത് അല്ലാഹു തആല തിരിച്ചു തരട്ടെ. എല്ലാം പടച്ചോന്റെ അടുത്തു നിന്നാണല്ലോ, ബേജാറാകണ്ട എന്ന് പറഞ്ഞൊരു ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയല് സുന്നത്താണ്. അത് നമുക്ക് അല്ലാഹുവിന്റെ ശരീഅത്തിൽ വെച്ച് തന്നിട്ടുള്ള ഒരു കാര്യവും സാമൂഹികമായ ഇടപെടലുകളിൽ വളരെ ഭംഗിയുള്ള ഒരു കാര്യം കൂടിയാണ്. വിഷമത്തിൽ കഴിയുന്ന ഒരാൾക്ക് വല്ലതും കൊണ്ട് കൊടുത്തിട്ട് അത് കിട്ടണമെന്നില്ല. ആശ്വാസത്തിന്റെ വാക്ക് കേട്ടാൽ തന്നെ അയാളുടെ പ്രയാസം എത്രയോ മാറിക്കിട്ടും. നാലാളെ നമുക്കിങ്ങനെ നല്ലത് പറയാനുണ്ടല്ലോ എന്നുള്ള ആശ്വാസം അത് വളരെ വലുതാണ്. അത് മാനസികമായി ഉണ്ടാക്കുന്ന ഫീല് അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അത് ഓരോരുത്തരും അവനവൻ എന്തെങ്കിലുമൊക്കെ മുസീബത്തിൽ പെടണം, അപ്പോഴേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അസുഖം ബാധിച്ച് വളരെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇയാൾ അയാളൊന്ന് പോയിട്ട് സന്ദർശിക്കട്ടെ, നല്ല വാക്ക് പറയട്ടെ, ആ കിടക്കുന്ന മനുഷ്യന്റെ പ്രയാസങ്ങൾ ഏകദേശം ഇവനോടുള്ള ശത്രുതയും മാറിക്കിട്ടും. എന്തായാലും സുഖമില്ലാത്തപ്പോ എന്നെ കാണാൻ വന്നല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകും. അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്തിൽ ഒരു നിയമം വന്നു. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ച് മറയടക്കപ്പെട്ടാൽ മറയടക്കിയ സമയം മുതൽക്ക് 3 ദിവസം രാവും പകലുമായി പൂർത്തിയാകുന്ന നേരം വരെ ആ മരിച്ചയാളുടെ ബന്ധുക്കളെ, കുടുംബങ്ങളെ ചെന്ന് കാണലും ആശ്വസിപ്പിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും എല്ലാം സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ആ സുന്നത്ത് നിർവഹിക്കണം. അതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴയ ചൊല്ല് കണ്ണോക്കിന് പോവുക എന്ന് പറയും. മരിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യും, മറയക്കടക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരും. ഓരോരുത്തർ അവരുടെ വകയിൽ ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി ഇങ്ങനെ ദ്വാരക്കും. അതുപോലെ മയ്യത്തിന് വേണ്ടി ദ്വാരക്കും, പുറക്കാർക്ക് വേണ്ടി ദ്വാരക്കും. അതിന്റെ പ്രത്യേകമായിട്ടുള്ള ദ്വായാണ് അഅലമല്ലാഹു അജ്റക്കും വഅഹ്സന അസാഅക്കും വഗഫറ ലി മയ്യിത്തിക്കും. ഇത് കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് പ്രതിഫലത്തെ അല്ലാഹു വണ്ണമാക്കി തരട്ടെ. നിങ്ങളുടെ ഈ സമാധാനവും ക്ഷമയും ഒക്കെ അത് നല്ല സൗന്ദര്യമുള്ളതാക്കി തരട്ടെ. നിങ്ങളുടെ മരിച്ചുപോയ ആ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞ് ദുആ, അതിന്റെ വാചകം തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. അതൊരു പുണ്യകർമ്മമായി ഏറ്റെടുക്കുകയും മരണം നടന്ന വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദ്വാരക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. 3-ാം പക്കം അവരെ
മറവ് ചെയ്യുകയും ചെയ്തു എന്നതിന്റെ ശേഷം തിരുനബിയുടെ വീട്ടിലുണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് അത്ഭുതകരമായി വിസ്മയകരമായി നമുക്ക് വായിക്കാൻ കഴിയാണ്. അവിടെയും ഈ പറയപ്പെട്ടതുപോലെ തിരുനബി പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് സ്വഹാബാക്കളും പലരും വന്ന് അവിടെ തഅസിയത്തിന് കൂടി എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുതമാണ് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിലൂടെ അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതർ വഫാത്തായപ്പോ അസ്സതുഹുമുൽ മലായിക, മലക്കുകൾ വന്ന് തഅസിയത്ത് നടത്തി. ആ വീട്ടില് മലക്കുകൾ വന്ന് തഅസിയത്ത് നടത്തി. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ സമാശ്വസിപ്പിക്കൽ നടത്തി, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു അതിന്റെ അർത്ഥം. യസ്മഊനൽ ഹിസ്സ വലാ യറൗന ശഖ്സ, ആ പുറക്കാര് ശബ്ദം കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. ശരീരം കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനെ നമ്മൾ അശരീരി എന്ന് പറയാം. പറയുന്നത് കേൾക്കാനേ കഴിയുന്നുള്ളൂ, ഈ പറയുന്നവരെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വിസ്മയമായിരുന്നു ആ വീട്ടിൽ നടന്നത്. എന്താണ് മലക്കുകൾ പറഞ്ഞതെന്നറിയോ? അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്തി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇന്ന ഫില്ലാഹി അസാഅൻ മിൻ കുല്ലി മുസീബ വഖലഫൻ മിൻ കുല്ലി ഫായിദ് ഫബില്ലാഹി ഫസിഖൂ വഇയ്യാഹു ഫർജൂ فإنما المحروم من حرم الثواب والسلام عليكم ورحمة الله وبركاته. തുടക്കത്തിലും ഒടുക്കത്തിലും സലാം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പുറക്കാരോടുള്ള സംസാരം. അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത്, പുറക്കാരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാമുണ്ട്. വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. വബറകാതുഹു, അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട്. ഇന്ന ഫില്ലാഹി അസാഅൻ, ഇന്ന ഫില്ലാഹി അസാഅൻ മിൻ കുല്ലി മുസീബ, എല്ലാ മുസീബത്തിൽ നിന്നും സമാധാനം അല്ലാഹുവിനുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനം അല്ലാഹുവിനുണ്ട്. വഖലഫൻ മിൻ കുല്ലി ഫായിദ്, നഷ്ടപ്പെട്ടു പോയതിനൊക്കെ പകരം അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കാണ്, സന്തോഷിപ്പിക്കുന്ന വാക്കാണ്. മുസീബത്തിനൊക്കെ സമാധാനം പടച്ചവന്റെ അടുത്തുണ്ട്, നഷ്ടപ്പെട്ടതിന് പകരവും ആരെടുത്തുണ്ട്? പടച്ചവന്റെ അടുത്തുണ്ട്. ഫബില്ലാഹി ഫസിഖൂ, അല്ലാഹുവിനെ കൊണ്ട് ഉറപ്പിച്ചോളി മക്കളെ. വഇയ്യാഹു ഫർജൂ, അല്ലാഹുവിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഫഇന്നമൽ മഹ്റൂമു, നന്മ നഷ്ടപ്പെട്ടു പോയ ആളാരാന്നറിയോ? മൻ ഹുരിമ സവാബ്, ഇത്തരം ഘട്ടങ്ങളിൽ പ്രതിഫലം കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോകുന്നവനാണ്. അതായത് മുസീബത്ത് പിടിപെടുമ്പോ ഒരു മുസ്ലിം കാണിക്കേണ്ട മര്യാദയുണ്ട്. അക്ഷമനായി ക്ഷോഭിച്ച് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും വിളിച്ചു പറയുന്ന രീതിയല്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാനൊരു മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് ചില ആളുകൾ വ്യാകുലപ്പെട്ടിട്ട് കരയാ. അത്ര പിച്ചും പേയും പറയുന്ന രീതി മുസ്ലിമിന് ഭൂഷണമല്ല. അതുകൊണ്ടാ പറയുന്നത്. പിന്നെ ചിലപ്പോ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊറുതികേട് കൊണ്ട് ഇങ്ങനെയൊക്കെ പിച്ചും പേയും വിളിച്ചു പറഞ്ഞാൽ മുസീബത്തിൽ ക്ഷമിച്ച കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകും, പ്രതിഫലം കുറഞ്ഞു പോകും. ഈ പ്രതിഫലം കുറയുന്ന ആളാണ് സർവ്വ നന്മകളും നഷ്ടപ്പെട്ടു പോണ ആള്. അതാണ് മലക്കുകൾ വന്നിട്ട് പറയാ, ഫഇന്നമൽ മഹ്റൂമു, നന്മ നഷ്ടപ്പെട്ടു പോകുന്നവർ ആരാന്നറിയോ? മൻ ഹുരിമ സവാബ്, ഇത്തരം ഘട്ടങ്ങളിൽ ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്. ആ പ്രതിഫലം കിട്ടാതെ പോണ ആളാണ് നന്മ നഷ്ടപ്പെട്ടു പോണ ആള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ സലാമും റഹ്മത്തും ബറക്കത്തും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അശരീരിയായി കേൾക്കുകയാണ് തഅസിയത്തിന്റെ വാക്കുകൾ. ആരിലൂടെ? മലായിക്കത്താണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അവിടുത്തെ വഫാത്തും മറയടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായ അനുഭവമാണ് ഇത്. നമുക്കും പാഠമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ മുഅ്മിനീങ്ങളുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങും. അതിനെ പറ്റിയ വീടും സൗകര്യവും സംവിധാനങ്ങളും ഒക്കെ ആയിരിക്കണം. ഒരു മലക്ക് വന്ന് കയറാൻ പറ്റുന്ന പരിശുദ്ധി നമ്മുടെ വീടിനുണ്ടാവണം. വീടിന്റെ സ്ഥലപരമായിട്ടുള്ള വിശുദ്ധി മാത്രമല്ല, അതിൽ കഴിയുന്ന ആളുകളുടെ വിശുദ്ധി കൂടി. അവർ നല്ല ഈമാനുള്ളവരും നിസ്കാരം നിർവഹിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും നന്മ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ അവരുടെ വീടുകളിൽ ഇതുപോലുള്ള മലക്കുകൾ സന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സ്വഹാബത്തിന് മലക്കുകളെ കേൾക്കാനെങ്കിലും കഴിഞ്ഞിരുന്നു. നമുക്കതിനും ചിലപ്പോൾ കഴിയില്ല. നമ്മൾ അതിനേക്കാൾ എത്രയോ താഴെയുള്ള ആളുകളാണ്. ഏതായിരുന്നാലും ഇതൊക്കെ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ പൂമുഖം കാണാനും അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ ഉത്തമരായി തീരാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാ വിഷമത്തിൽ നിന്നും അല്ലാഹു നമ്മളെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പല ആളുകളും രോഗം ബാധിച്ച് വിഷമത്തിലാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊണ്ടും ആജിലായ ശിഫ കൊണ്ടും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.